ഫോക്കസ് മറ്റേതിൻ്റെ ബാക്കി തന്നെ. സൈറ്റെത്തി. മൂന്നാർ നിൽക്കുന്ന ഫീൽ തോന്നും. അത് ഇത് ഇട്ടേക്കുണ്ട്, ഫുഡ് കിട്ടാനുണ്ട്. വേറെ വിഷയമായിട്ട് പണിക്കാർ വന്ന്, പണിക്കാർ ഇനി ഇവിടുന്ന് സാധനങ്ങൾ എന്തൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോകും. അവിടെ എന്തൊക്കെ ലെവലിംഗ് പരിപാടി എന്തൊക്കെയുണ്ട്. കല്ലിടുന്നതിന് മുന്നേ എന്തൊക്കെ കുറ്റിയടിയാണ്. കല്ലിടുന്നത് 10-10:30 എന്തോ ആണ്. ഇപ്പോൾ എന്തോ കുറ്റിയടി എന്തോ ഉണ്ട്. ദാറ്റ് സക്സ്. സംഭവം വിഷയമൊന്നുമില്ല, പക്ഷേ മൈൻഡിലൊരിതുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ദിസ് എന്ന സംഭവം മൈൻഡിലുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഫുള്ളി ഒരു എൻഗേജ് ആകാൻ പറ്റുന്നില്ല. അതായത് ഒരു മടി എന്ന് പറയാനില്ല, ഒരു ഇൻട്രസ്റ്റ് ഫാക്ടറില്ല. അതിനെ പറഞ്ഞ് അത് കുറച്ച് സ്ട്രോങ് ആയി ആ സംഭവം. ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് അതൊരു ഫാക്ടറാണ്. പിന്നെ ഇല്ല, അത് സ്ട്രോങ് ആയിക്കോട്ടെ. ഇല്ലെന്ന് കാണുന്ന എല്ലായിടത്തും പറഞ്ഞ് അതും അങ്ങ് സ്ട്രോങ് ആയി. അപ്പിയാണ് ഗ്രീൻ. അതൊന്ന് സ്ട്രോങ് നല്ല നല്ല വീടാണ് കേട്ടോ, കാണാൻ പറ്റില്ല. ഓക്കെ, ഗുഡ്. അപ്പോൾ അതൊന്ന് സ്ട്രോങ് ആയി. അത് ഇറ്റ്സ് ഫൈൻ. നോക്കാം. ഡെർണ സ്റ്റുഡിയോസിൻ്റെ ഷൂട്ട് ഉണ്ടെന്ന് പറയാണ്. മഹി ഭാഗ്യത്തിന് ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് പറ്റുന്നില്ല, ഇറങ്ങണമെന്ന് പറഞ്ഞു. അവൻ ഓഫീസിൽ നിന്ന് കഴിക്കണമെന്ന് ഇറങ്ങി. കാരണം രാത്രി 2 മണിക്ക് പോകാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് വർക്ക് ചെയ്യാൻ. ബാക്കി ഇവൻ പൊക്കോണ്ടാണ് ഇരുന്നത്. വീട്ടുകാർ പോലും അറിയാതെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു രാത്രി 2 മണിക്ക്. വീട്ടുകാർ അറിയാതെ രാത്രി വണ്ടി എടുത്തിട്ട് പോകുമായിരുന്നു. എന്നിട്ട് അവരിന്നലെ പറഞ്ഞത് മഹി എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് ഒഫൻഡായി. അങ്ങനെ അവൻ കഴിക്കാറാണെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങി. വീട്ടിൽ പോയിട്ട് ഫോൺ സൈലൻറ്റിൽ ഇട്ട് വെച്ച്. അത് നല്ലതാണ്, ഹെൽത്തി ആണ്. അതാണ് ഓക്കെ. ജോലി ഇനി കിട്ടാൻ പാടാണ്, കണ്ടുപിടിക്കാൻ പാടാണ്. ഓക്കെ, മനസ്സിലായി. പക്ഷെ ഇനിയെങ്കിലും നോക്കിയും കണ്ടുപിടിക്കണം. എല്ലാം നോക്കിയിട്ട് ആദ്യം കുറേ ഫേക്ക് വാഗ്ദാനങ്ങൾ തരും. എവറിത്തിങ്. എൻ്റെ പാടും അതിനോടാ, എൻ്റെ പാടും സെയിമാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. 100% ഇറങ്ങണം. ഇറങ്ങി എനിക്കൊരു സമാധാനമില്ല. എനിക്ക് ഇറങ്ങിയില്ല എന്നുള്ളൊരു കുറ്റബോധം. ഇറങ്ങിയില്ല, അതിനുവേണ്ടി നീ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കുറ്റബോധം. ഫോണിപ്പോൾ വയ്ക്കും. പണിക്കാർ ഓൾമോസ്റ്റ് സാൻഡൊക്കെ കുറച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, ഡിലേ ഉണ്ട്. ഇറങ്ങിയില്ല എന്നുള്ളൊരു കുറ്റബോധം എന്നെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് ഫൈൻ, നമുക്ക് നോക്കാം. ഇങ്ങനെ മതിയല്ലേ, കുറച്ചുകൂടെ ഒരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുണ്ട്. ഇതെന്തോ ആകാശം മാത്രം കാണാൻ പറ്റുമല്ലേ. ഇതാകുമ്പോൾ എനിക്ക് ആൾക്കാരെ മരണം കാണാൻ പറ്റില്ല. അത് കൊള്ളാമല്ലേ. ഇത് കുറച്ചുകൂടെ ഓഡിയൻസിന് കുറച്ചുകൂടെ ഒരു കാണാൻ ഒരു വിഷ്വലുണ്ട്. മറ്റേതെന്തോ ഇങ്ങനെ തെങ്ങും ആകാശവും മാത്രം. ഇറ്റ്സ് ഫൈൻ. ഇത് മതി. എൻ്റെ മീശ കണ്ടിട്ട് പലരും ചോദിക്കുന്നത് 90s വസന്തം എന്ന് ചോദിക്കുന്നു. 90s വസന്തമല്ല, ഇതിൻ്റെ സ്റ്റൈൽ എന്തുകൊണ്ട് എനിക്കെൻ്റെ പേരറിഞ്ഞൂടാ. ഇങ്ങനെ ഹോളിവുഡിലൊക്കെ വയ്ക്കാൻ കുഴപ്പമില്ല, നമ്മൾ വയ്ക്കുമ്പം 90s വസന്തമായി. നോക്കാം. ഞാൻ ഷൂട്ടിന് പോകുമ്പം ഈ ഒരു ലുക്ക് കീപ്പ് ചെയ്യാനാണ് എൻ്റെ മൈൻഡ്. മറ്റേ ട്രെൻഡായിട്ടുള്ളത് എല്ലാവർക്കും അറിയാം, എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ഇത് വച്ചിട്ട് പോയത് ഫ്ലോപ്പ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ് ലുക്സ് ഫൈൻ ഐ തിങ്ക്. ബട്ട് ഒരുമാതിരി ഒരു മാമനെ പോലെ ഇരിപ്പുണ്ട്. മാമനല്ല, എൻ്റെ ഏജ് കൂടുതലാണ്. അപ്പം ആ ഒരു വള്ളിയുണ്ട്, അത് തോന്നും. അപ്പോൾ ലാഗ് അടിപ്പിക്കുന്നില്ല. പുതിയത് കണ്ടുപിടിക്കാനാണെങ്കിൽ ഡിജിറ്റൽ ഇനി വേണം. അത്ര അധികം ആഗ്രഹമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളത് ഇവിടെ നിന്ന് മാറാൻ വേണ്ടി. ഇതിൽ നിന്ന് മാറണം. ഇതിൽ നിന്നാൽ എനിക്ക് കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ എനിക്ക് 9 മാസമായി. അപ്പോൾ എനിക്കൊരു 3 മാസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് 1 year ആയി. അപ്പോൾ ഇനി മൈൻഡ് ഇങ്ങനെ പറയും, ഒരു 3 മാസം ഇനി പോകെ മൈൻഡ് പറയും, ഒരു 3 മാസം കൂടെ അല്ലേ നില്ല ഇങ്ങനെ അടിച്ച് പിടിച്ച് 1 year എക്സ്പീരിയൻസ് കിട്ടൂലേ. അതും ഫാക്റ്റാണ്. പക്ഷേ ഞാൻ ഈ ഫീൽഡ് നിൽക്കുന്നില്ലല്ലോ, നോക്കുന്നില്ല. പക്ഷെ വേറെ സൈഡ് നോക്കുമ്പോൾ 99% ആൾക്കാരും പറയും, ഒരു 3 മാസം കൂടെ അല്ലേ ഉള്ളൂ നില്ല്, 1 year. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു. സത്യാവസ്ഥ. പെട്ടെന്ന് മാറണം. വിഷ്ണു ചേട്ടപ്പോൾ വരും.
അങ്ങനെ അവിടെ മഴ വന്നു, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമയത്തിന് എത്തിയില്ല. എന്നോട് വിളിച്ചേക്കിട്ട് അല്ലെങ്കിൽ മനോജ് തൂക്കുക തന്നെ. അപ്പോൾ അങ്ങനെ എത്തി. സംഭവത്രേ ഉള്ളൂ. വയ്ക്കുകയാണ്. ഹെഡ്സ് ഓഫ്. തമ്മിലിന് വേണ്ടിയിട്ടുള്ള മാത്രമാണിത് ഈ പോസ്. തമ്മിൽ ബഫർ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ. സെയിം ഡേ തന്നെയാണ്. രാവിലെ മറ്റേ 6:30 നിന്ന് ഇങ്ങനെ കറങ്ങി എടുത്തില്ലേ ഒരു വീഡിയോ, ഇങ്ങനെ നോക്കണം എന്നുള്ളത്. ആ സെയിം ഡേ തന്നെയാണ്. തിരിച്ച് സൈറ്റിൽ എത്തി. മണി ഇപ്പോൾ 1:45. സൈറ്റിൽ എത്തിയിട്ട് കുറച്ച് നേരമായി. ഇവിടെ കുറച്ച് നിന്ന് മറ്റേവിടുത്തെ പരിപാടി ഒരു 12 മണിയപ്പോൾ 12 കഴിഞ്ഞ്. പിന്നെ അവിടെ തിരിച്ച് ഇവിടെ വന്ന് ദിസ് ഈസ് മിസ്റ്റർ ഹസ്കി. മിസ്റ്റർ അല്ല, സോറി, മിസ്സിസ് ആണ്. ഹസ്കി സംതിങ്. ഏയ് ഫോക്കസ് അല്ല, ഹസ്കി ഇതാണ് ഉണ്ടാത്ത സംതിങ്. ഹസ്കി ഗേൾ കല്ല്. ഏയ് പ്രതിമയാവാതെ അങ്ങോട്ട് നോക്കിയല്ലേ. കല്ല് ഹസ്കി വെറും കട്ട കല്ല്. ഞാൻ ഫോക്കസ് ഇടുന്നു എന്നാണ്. ഓ ദാറ്റ്സ് ഫൈൻ, കുഴപ്പമില്ലല്ലേ. തമ്മിലാകല്ലേ അത്. നീ വിത്ത് ഹസ്കി കടിക്കോ? അപ്പോൾ സംഭവത്രേ ഉള്ളൂ. ഇനി കഴിക്കണം. കഴിച്ചില്ല, കൊണ്ടൊന്നുമില്ല, കഴിച്ചില്ല. സോ വിട്ട ഇത്തിരി കുറവ്. സൺസ്ക്രീൻ ഒന്നും ഇട്ടതേയില്ല. ആടിച്ച് കരിഞ്ഞൊരു പരുവായി. സോറി, എനിക്ക് സംസാരിക്കും പാടൊത്തിരി വിശക്കണം എനിക്ക്. അതെ വന്ന് മഹി ഇന്ന് രാവിലെ മറ്റേ മാഡത്തിന് മെസ്സേജ് അയച്ച്. മാഡം സോറി അപ്പടി ഇപ്പടി നിന്ന് മെസ്സേജ് അയച്ച്. സോ ഇറ്റ്സ് ഒഫീഷ്യലി കൺഫേംഡ്. പിന്നെ റെസിഗ്നേഷൻ്റെ മെസ്സേജ് അയച്ച്. അവർ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. വിളിച്ച് മിസ് കോൾ അടിച്ച് തിരിച്ചു വിളിച്ചപ്പോൾ അവരെടുത്തില്ല. പിന്നെ കുറേ കണ്ടവർ പിന്നെ വിളിച്ച് കൺവിൻസ് ചെയ്യാൻ നോക്കി. ഒരുപാട് ഭയങ്കര സ്നേഹം വാരി മെഴുകാണ്. പയ്യെന്തോ കട്ടക്ക് നിന്നു. അതുകൊണ്ട് പബ്ജിയിലെ വീട്ടിൽ പയ്യെ കട്ടക്ക് എന്ന് പറഞ്ഞു. മാഡം സോറി, ഇന്ന് വൈകുന്നേരം പറയാം നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവൻ ഒതുങ്ങി. പക്ഷെ ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ട് അവൻ പറ്റില്ല പറയാൻ പോകണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനി അവൻ മനസ്സ് മാറുമെന്ന് അറിഞ്ഞൂടാ. മനസ്സ് മാറിപ്പോയി. ഇത്ര ബിൽഡപ്പൊക്കെ ഇട്ട് റെസിഗ്നേഷൻ ഒക്കെ ടൈപ്പ് ചെയ്ത് എക്സലൊക്കെ ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ട് എന്നിട്ട് പോകുമ്പം അവർക്ക് മനസ്സിലാവും ഒരു വില പോവും അവനോടുള്ള. സോ ദാറ്റ്സ് ഇറ്റ്. എഡിറ്റ് ചെയ്യാൻ മടിയുണ്ട്, പക്ഷെ ഇത് എനിക്ക് എഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ മറ്റേ ജിമ്മിലെ സൂരജ് ചേട്ടൻ്റെ ആ ഒരു പുള്ളിയിൽ അത് ഒരു വഴി എനിക്ക് ഒരു ആഡിൻ്റെ കിട്ടിയല്ല. അപ്പം ഇത് ഞാൻ പറഞ്ഞു ഏത് ഒരുമാതിരിക്കണം. ഇത് ആങ്കറിങ് ചെയ്യാൻ പറഞ്ഞു. ആങ്കറിങ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ പറയാനല്ല. QR ആണ് വെച്ചു. QR അല്ലെങ്കിൽ രാമേന്ദ്രൻ എന്ന് വെച്ചു. രാമേന്ദ്ര ഈ ഷർട്ട് നിങ്ങൾ സ്വന്തമാക്കും വെറും 5 ദിവസത്തിനുള്ളിൽ. അല്ലെങ്കിൽ സാമ്പിൾ ചെയ്ത് നോക്കാനാണ്. എനിക്ക് വേറെ വീഡിയോ ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ ഈ ക്രിസ്മസ് നിങ്ങൾ സ്വന്തമാക്കൂ അങ്ങനെ അങ്ങനെയെന്ന് പറയുമല്ലോ. സ്ക്രിപ്റ്റ് തരും അവർ. വേറെ എങ്ങും കിട്ടാത്ത ഒരു അതുപോലെ അങ്ങനെ പറയുമല്ലോ ആ സംഭവമാണ് ആങ്കറിങ് എന്ന് പറയണത്. അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വെച്ച മറ്റേ മൈക്കിൽ കൂടെ സ്റ്റേജിൽ നിന്ന് പറയുമല്ലോ, കടുപ്പമാണത്. നമ്മൾ വലിയ വിഷയം കാണില്ലെന്ന് തോന്നുന്നു. മോഡലിംഗ് ഇത് പക്ഷേ രാമേന്ദ്രയൊക്കെ ഇത്തിരി ലോക്കലാവും. പക്ഷേ ഇവന്തോ ഐ വിൽ ഗെറ്റ് ആൻ എക്സ്പോഷർ. ദാറ്റ്സ് ഗുഡ്. ടി വിയിലൊക്കെ രാമേന്ദ്രൻ കൊള്ളാം. പക്ഷെ എനിക്ക് പിന്നെ ഗ്രോത്ത് കാണുമെന്ന് എനിക്കറിയാം. നോക്കാം, ലെറ്റ്സ് സീ ഇങ്ങനെ ഗ്രോത്ത് ആവണത്. റൈമണ്ട്സും ഉണ്ട്. റൈമണ്ട്സ് കിട്ടുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. റൈമണ്ട്സ് സംസാരമൊന്നുമില്ലല്ലോ. ഈ ഷർട്ട് വാങ്ങുമ്പോൾ ഷർട്ട് ഒന്നുമില്ലല്ലോ. റൈമണ്ട്സിൽ ഇങ്ങനെ കട്ട ചെയ്യുന്നുണ്ട്. അതല്ലേ ഉള്ളൂ റൈമണ്ട്സിൽ. കുറച്ച് പ്രൊഫഷണൽ ആയിട്ടില്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡ് ആകുമ്പോൾ സംസാരം നിന്നാണല്ലോ. അത് വോയിസ് ഓവർ ആയിരിക്കുമല്ലോ. ആൾക്കാരിങ്ങനെ ഇടുകയോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ വാച്ച് കെട്ടണ പരസ്യമോ അല്ലെങ്കിൽ ഒരുമിണ പരസ്യമൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പം ഇത് രാമേന്ദ്രയ്ക്ക് ആകുമ്പം ഓണത്തിൻ്റെ ഓഫർ 70% ഡിസ്കൗണ്ട്. നിങ്ങൾ വരൂ, മലക്കറി ഇലക്ട്രോണിക് ഡിവൈസസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ്
മലക്കറി പറയില്ല കേട്ടോ. 70% ഡിസ്കൗണ്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ്, ഐഫോൺ ആവട്ടെ, സാംസങ് ആവട്ടെ, എന്തും ആവട്ടെ, 70% ഡിസ്കൗണ്ട്. ഇതൊരു ഷാറൂഖ് ഖാൻ ഏതോ ഒന്നിങ്ങനെ കറങ്ങിങ്ങനെ ബച്ചാവോ ബച്ച മറ്റേ ദിൽവാലെ ദുൽഹനിയ, അയ്യോ അതല്ലല്ലേ, മറ്റേ സിനിമയിലൊരു പടം ഉണ്ടല്ലേ ഷാറൂഖ് ഖാൻ നിന്ന് അഭിനയിക്കും, മറ്റേ തീ പിടിക്കുമ്പോൾ ബച്ചാവോ മറ്റേ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി. അതുപോലെ അത് പക്ഷേ ഒരു പുലി എടുത്ത് ഇടിക്കും, ബൊമ്മ പുലി, അതേപോലെ തോന്നി. ഇറ്റ്സ് ഫൈൻ. ഞാൻ ഇത്തിരി ഓവറായിട്ട് മാറിപ്പോയി ടോപ്പിക്കിന്. അത്രേ ഉള്ളൂ, സംസാരിക്കാൻ വേറെ ഒന്നുമില്ല. വിശക്കണ്, കളയാലമ്പി കഴിയണം, മഹിയെ വിളിക്കാൻ വേണ്ടി മഹിയെ വിളിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം എൻ്റെ ഇതൊരു കൂടുന്നതാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു ചമ്മല കുറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. മേ ബി ദിസ് ഓൾ വർക്ക്സ് ഔട്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക് ഔട്ട്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഗ്രേറ്റ്. ദാറ്റ്സ് ഓൾ. വൺ ഷോ ഇറക്കാം, കട്ട ഇംഗ്ലീഷ് വരെ അടിക്കാം. ഇറ്റ്സ് ഫൈൻ. ഓക്കെ, സംസാരിക്കുന്നില്ല. 5 മിനിറ്റായി, അല്ല 6 മിനിറ്റായി. ഈ സാധനം മഞ്ചിപ്പോൾ എന്തോ പറയും, ട്രൈ സ്ക്വയറാ. എനിക്ക് തമ്മിലാക്കരുത്. ഇത് ബെസ്റ്റ് കേട്ടോ തമ്മിൽ. ഓക്കെ.